എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ അശ്വതി. ഇന്ന് ട്രീറ്റ്മെന്റ് ഓർഗനൈസർ ഗ്രേഡ് 2 എക്സാമിന്റെ പോർഷൻസിലുള്ള ന്യൂമോകോണിയോസിസ് എന്ന ടോപ്പിക്ക് നമുക്ക് വളരെ ബ്രീഫായിട്ടൊന്ന് നോക്കാം. ന്യൂമോകോണിയോസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ചെറിയ സൈസിലുള്ള ഡസ്റ്റ് പാർട്ടിക്കിൾസ് മൂലം ലങ്സിൽ ഫൈബ്രോസിസ് ഉണ്ടാക്കുന്ന ക്രോണിക് ആയിട്ടുള്ള അസുഖങ്ങളെയാണ് നമ്മൾ ന്യൂമോകോണിയോസിസ് എന്ന് പറയുന്നത്. ഓക്കെ, ന്യൂമ എന്ന വാക്കിനർത്ഥം എയർ, കോണിസ് എന്ന് പറഞ്ഞാൽ ഡസ്റ്റ്, അതായത് ഡസ്റ്റ് ഡിസീസ്, ഡസ്റ്റ് കൊണ്ടുണ്ടാകുന്ന അസുഖങ്ങളെയാണ് നമ്മൾ ന്യൂമോകോണിയോസിസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ ന്യൂമോകോണിയോസിസ് മൂലം ലങ്സിൽ ഫൈബ്രോസിസ് ഉണ്ടാകുന്നു. ഈ ലങ് ഫൈബ്രോസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗ്രൂപ്പ് ഓഫ് ഡിസീസ് ആണ്. ഇവിടെ ലങ്സിൽ സ്കാരിങ് ഉണ്ടാകും, മുറിവുകൾ, എന്നിട്ട് ലങ്സിനെ അതിന്റെ ഉള്ളിൽ നിന്ന് തന്നെ വളരെ സ്റ്റിഫ് ആക്കുകയും അതിന്റെ ഇലാസ്റ്റിസിറ്റി അവിടെ നഷ്ടപ്പെടുകയും ചെയ്യും. അപ്പം അതുമൂലം ലങ്സിന് നല്ല രീതിയിൽ ഗ്യാസ് എക്സ്ചേഞ്ച് അവിടെ നടക്കത്തില്ല. സോ അതുമൂലം പേഷ്യൻസിന് ഡ്രൈ കഫ്, വരണ്ട ചുമയും ക്ഷീണവും ശ്വാസം മുട്ടലും ഇങ്ങനെ കുത്തി കുത്തി ചുമയൊക്കെ ഉണ്ടാകും. ഇതിനാണ് നമ്മൾ ലങ് ഫൈബ്രോസിസ് എന്ന് പറയുന്നത്. അപ്പം ഈ ന്യൂമോകോണിയോസിസ് എന്ന് പറയുന്നത് ഒരു ഗ്രൂപ്പ് ഓഫ് ക്രോണിക് ലങ് കണ്ടീഷൻസ് ആണ്, ക്യാരക്ടറൈസ്ഡ് ബൈ ഫൈബ്രോട്ടിക് ചേഞ്ചസ് ഇൻ ദ ലങ് ടിഷ്യൂ and other complications due to the exposure of dust particles size of 0.5 to 3 micron. അപ്പോൾ 0.5 തൊട്ട് 3 മൈക്രോൺ വരെ സൈസിലുള്ള ഡസ്റ്റ് പാർട്ടിക്കിൾസ് മൂലം ഉണ്ടാകുന്ന ക്രോണിക് ആയിട്ടുള്ള ലങ് കണ്ടീഷൻസിനെയാണ് നമ്മൾ ന്യൂമോകോണിയോസിസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ പൊടിപടലങ്ങൾ, ഈ അസുഖങ്ങൾ ഉണ്ടാക്കുമ്പോൾ അതിന് കുറെ കാര്യങ്ങളൂടെ അതിൽ ബേസ്ഡ് ആണ്. ഓക്കെ, അത് ഏതൊക്കെയാണെന്ന് നോക്കാം. അത് ആ പൊടിയുടെ ഫൈൻനെസ്, അതുപോലെ അതിന്റെ കോൺസെൻട്രേഷൻ ഓഫ് ഡസ്റ്റ് ഇൻ എയർ, അതുപോലെ എത്ര സമയം ഈ പൊടിപടലങ്ങളുമായിട്ട് ഈ പേഷ്യന്റ് എക്സ്പോസ്ഡ് ആയി എന്നുള്ളത്, പിന്നെ ആ പേഴ്സണിന്റെ ഹെൽത്ത് സ്റ്റാറ്റസ്, ഇതിനെല്ലാം ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഈ ന്യൂമോകോണിയോസിസ് എന്നുള്ള അസുഖം ഉണ്ടാകുന്നത്. There are group of disease in the lung parenchyma occurring due to specific occupation caused by inhalation of insoluble dust over a prolonged period of time. Clinically, it is characterized by persistent cough, progressive breathlessness, which gradually cripples the person by reducing the working capacity due to fibrosis of lungs, followed by complications like pulmonary disease and even carcinoma in some cases. അപ്പം ഈ ന്യൂമോകോണിയോസിസ് എന്ന് പറയുന്നത് ബേസിക്കലി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഓരോ തൊഴിലുമായിട്ട് റിലേറ്റ് ചെയ്തുള്ള അസുഖങ്ങളാണ്. അതായത് ഇപ്പൊ സിലിക്കോസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിലിക്കയുമായിട്ട് എക്സ്പോസ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് വരുന്ന അസുഖമാണ്. ഇപ്പം ആസ്പെറ്റോസിസ്, അതും ആസ്പെറ്റോസുമായിട്ട് എക്സ്പോസ് ചെയ്യുന്ന ആൾക്കാരിലാണ് ആസ്പെറ്റോസിസ് ഉണ്ടാകുന്നത്. അപ്പം പൊതുവെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്പെസിഫിക് ഒക്യുപ്പേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള അസുഖങ്ങളെയാണ് ഈ ന്യൂമോകോണിയോസിസ് പറയുന്നത്. ഇവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പേഷ്യന്റ് നല്ല രീതിയിൽ ചുമ കാണും, ശ്വാസം മുട്ടൽ കാണും. ഇപ്പൊ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഈ അസുഖങ്ങൾ അങ്ങോട്ട് പ്രോഗ്രസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും പേഷ്യന്റ് അവിടെ ഫൈബ്രോസിസ്, ലങ്സിൽ ഫൈബ്രോസിസ് ഉണ്ടാകും. ഞാൻ നേരത്തെ പറഞ്ഞു, ഫൈബ്രോസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലങ്സിന്റെ ഇലാസ്റ്റിസിറ്റി നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് ലങ്സിലവിടെ എത്തിച്ചേരും. അപ്പം ഈ അസുഖങ്ങളൊന്നും ഒരു സുപ്രഭാതത്തിൽ ഉണ്ടാകുന്നതല്ല. ഇത് വർഷങ്ങളോളം ഉള്ള ഒരു 10 വർഷത്തോളം ഒക്കെ ഉള്ള എക്സ്പോഷർ മൂലമാണ് നോർമലി ഇങ്ങനെയുള്ള ന്യൂമോകോണിയോസിസ് എന്ന് പറയുന്ന അസുഖങ്ങൾ ഉണ്ടാകുന്നത്. ഓക്കെ, the most common pneumoconiosis reported from India include silicosis, asbestosis, Kohlberger's pneumoconiosis, bicinosis, Bagasosis ഒക്കെ. അപ്പം ഈ ന്യൂമോകോണിയോസിനെ എങ്ങനെയൊക്കെ നമുക്ക് ഡയഗ്നോസ് ചെയ്യാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അത് ആദ്യമേ എന്തെങ്കിലും പേഷ്യന്റ് നമ്മൾ ഹിസ്റ്ററി എടുക്കും. ഒരാളെ കാണുമ്പോൾ അയാളിൽ ഇങ്ങനെയൊക്കെയുള്ള വസ്തുക്കളുമായിട്ട് എക്സ്പോസ്ഡ് ആണോ എന്ന് നോക്കും. അതുപോലെ അയാളുടെ സിംറ്റംസ് എന്തൊക്കെയാണ്, ബുദ്ധിമുട്ടുണ്ടെന്നുള്ളത്, ശ്വാസം മുട്ടലുണ്ടോ, ചുമയുണ്ടോ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നോക്കും. പിന്നെ റേഡിയോളജിക്കൽ എവിഡൻസ്, അതായത് എക്സ്റേ, CT ഒക്കെ എടുത്ത് നോക്കിയിട്ടാണ്, പിന്നെ ലങ് ഫങ്ഷൻ കപ്പാസിറ്റി ഒക്കെ എടുത്ത് നോക്കിയിട്ടാണ് ഒരു ഡോക്ടർ അതിനെ കൺഫേം ചെയ്യുന്നത്, ഇങ്ങനെ അസുഖം ഈ ആൾക്ക് ഉണ്ട് എന്നത് കൺഫേം ചെയ്യുന്നത്. അപ്പൊ നമുക്കിനി ഓരോ ടൈപ്സ് നോക്കാം. ഇനി ഈ അസുഖങ്ങൾ എങ്ങനെയൊക്കെയാണ് ഉണ്ടാകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അതായത് സിലിക്കയുടെ എക്സ്പോഷർ മൂലം സിലിക്കോസിസ് ഉണ്ടാകുന്നു. ഓക്കെ, ആസ്പെറ്റോസിന്റെ എക്സ്പോഷർ മൂലം ആസ്പെറ്റോസിസ് ഉണ്ടാകുന്നു. കോൾ ഡസ്റ്റിന്റെ എക്സ്പോഷർ മൂലം ആന്ത്രാക്കോസിസ് ഉണ്ടാകുന്നു. അയൺ ഡസ്റ്റ് മൂലം സിഡറോസിസ് ഉണ്ടാകുന്നു. ഇനിയും ഓർഗാനിക് ആയിട്ടുള്ള ഡസ്റ്റ്, ഓക്കെ, അതിൽ കോട്ടൺ ഡസ്റ്റ് മൂലം ബിസിനോസിസ് ഉണ്ടാകുന്നു. ഷുഗർ കെയിൻ ഡസ്റ്റ് മൂലം ബാഗസോസിസ് ഉണ്ടാകുന്നു. ഗ്രെയിൻ ഡസ്റ്റ് മൂലം ഫാമേഴ്സ് ലങ്സ് ഉണ്ടാകുന്നു.
ടുബാക്കോയുടെ എക്സ്പോഷർ മൂലം ട്യൂബർകുലോസിസ്. അപ്പം ഇതൊക്കെയാണ് നോർമലി നമ്മൾ കാണുന്ന ന്യൂമോകോണിയോസിന്റെ വെറൈറ്റികൾ. നമുക്കിനി ഓരോന്നായിട്ട് നോക്കാം. ഇത് ഞാൻ വളരെ നട്ട്ഷെല്ലിലാണ് ഇത് കൊടുത്തിരിക്കുന്നത്, പെട്ടെന്ന് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ആദ്യമായിട്ടുള്ളത് സിലിക്കോസിസ്. സിലിക്കോസിസ് എന്ന് പറയുന്നത് ഒരു ഒക്യുപേഷണൽ ലങ് ഡിസീസ് ആണ്. ഇത് വളരെ പ്രോഗ്രസീവ് ആയിട്ടുള്ള ഒരു ലങ് ഡിസീസ് ആണ്. അതായത് 1-2 ദിവസങ്ങൾ കൊണ്ട് ഉണ്ടാകുന്നതല്ല, വർഷങ്ങളോളം സിലിക്കയുടെ എക്സ്പോഷർ മൂലം ഉണ്ടാകുന്ന ഒരു അസുഖമാണ്. ഓക്കെ, സിലിക്ക അല്ലെങ്കിൽ സിലിക്കൺ ഡയോക്സൈഡ് എന്ന് പറയുന്നത് നമ്മുടെ ഭൂമിയുടെ ഏറ്റവും ഔട്ടർ സർഫസിൽ ഓക്സിജന് ശേഷം ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്ന ഒരു വസ്തുവാണ്. ഇവ നോർമലി 3 ഫോമിലായിട്ടാണ് കാണുന്നത്. ഇതിലെ ക്രിസ്റ്റലൈൻ ഫോമിലുള്ള സിലിക്കയാണ് നമുക്ക് സിലിക്കോസിസ് ഉണ്ടാക്കുന്നത്. ഇവയുടെ സൈസ് എന്ന് പറയുന്നത് 5 മൈക്രോമീറ്ററിൽ താഴെയായിരിക്കും. സോ അതിനെ നമ്മൾ റെസ്പിറബിൾ ക്രിസ്റ്റലൈൻ സിലിക്ക എന്ന് പറയും. അതാണ് ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്നത്, സിലിക്കോസിസ് ഉണ്ടാകുന്നത് റെസ്പിറബിൾ ക്രിസ്റ്റലൈൻ സിലിക്ക എന്ന് പറയുന്നത്. അപ്പൊ ഈ സിലിക്കയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ സിലിക്കയ്ക്ക് പ്രത്യേകിച്ച് സ്മെല്ലോ അല്ലെങ്കിൽ ഇൻഹെയിൽ ചെയ്യുമ്പോഴും എന്തെങ്കിലും ഇറിറ്റേഷനോ ഒന്നും ഉണ്ടാകുന്നില്ല. അതുകൊണ്ട് തന്നെ പേഷ്യന്റിന് ഈ സിലിക്ക അവർ ഇൻഹെയിൽ ചെയ്യുന്നു എന്നുള്ളത് മനസ്സിലാകത്തുമില്ല. പിന്നീട് കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്ക് ഇവര് ഡ്രൈ കഫും ശ്വാസമുട്ടലും ചെസ്റ്റ് പെയിനും ഒക്കെ ആയിട്ട് ഡോക്ടറെ കാണുമ്പോഴായിരിക്കും ഇവർക്ക് ഇങ്ങനെയുള്ളൊരു അസുഖം ഉണ്ടെന്ന് തന്നെ ഇവർ തിരിച്ചറിയുന്നത്. ഇതാണ് സിലിക്കോസിസ്. അപ്പം സിലിക്കോസിസ് ഉണ്ടാകുന്നത് റെസ്പിറബിൾ ക്രിസ്റ്റലൈൻ സിലിക്കയുടെ എക്സ്പോഷർ മൂലമാണ്. ഈ സിലിക്കോസിസ് ഒരു നോട്ടിഫൈബിൾ ഡിസീസ് ആണ്. നോട്ടിഫൈബിൾ ഡിസീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിയമപ്രകാരം നമ്മൾ ഗവൺമെന്റിനെ അറിയിക്കേണ്ട ഡിസീസുകളുണ്ട്. അതിനെയാണ് നമ്മൾ നോട്ടിഫൈബിൾ ഡിസീസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പൊ സിലിക്കോസിസ് ഒരു നോട്ടിഫൈഡ് ഡിസീസ് ആണ്. അത് ഫാക്ടറി ആക്ട് 1948 അതുപോലെ മൈനേഴ്സ് ആക്ട് 1952 പ്രകാരം ഇതൊരു നോട്ടിഫൈഡ് ഡിസീസ് ആണ്. ഇനിയും ഈ സിലിക്കോസിസിന് പല പേരുകളുണ്ട്, അതാണ് ഈ കൊടുത്തിരിക്കുന്നത്. ആദ്യത്താണ് മൈനേഴ്സ് എന്നുള്ളത്, പിന്നെ പോർട്ടേഴ്സ് റോട്ട്, ഗ്രൈൻഡേഴ്സ് ആസ്മ, ന്യൂമോ അൾട്രാ മൈക്രോസ്കോപ്പിക് സിലിക്കോ വോൾക്കാനോ കോണിയോസിസ്. ഇത് ഒരൊറ്റ പേരാണ്. ഞാൻ വായിക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് സ്പ്ലിറ്റ് ചെയ്ത് എഴുതിയിരിക്കുന്നത്. ഇത് 4ാമത് കൊടുത്തിരിക്കുന്നത് ഇത് ഒരൊറ്റ പേരാണ്. ഓക്കെ, പിന്നെ സിലിക്കോസിസിന് പല 3 ടൈപ്സ് ഉണ്ട്. ക്രോണിക് അല്ലെങ്കിൽ ക്ലാസിക് ടൈപ്പ്, പിന്നെ ആക്സിലറേറ്റഡ് ടൈപ്പ്, അക്യൂട്ട് ടൈപ്പ്. ഓക്കെ, ഇനിയും ഇതിന്റെ മെയിൻ ഫീച്ചേഴ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ സിലിക്കോസിസിലെ ഫൈബ്രോസിസ് ഉണ്ടാവും എന്ന് പറഞ്ഞു. പിന്നെ ഇവിടെയാണെങ്കിൽ നമ്മൾ എക്സ്റേ എടുത്ത് നോക്കുമ്പോഴത്തേക്ക് അവിടെ എക്സെൽ ക്ലാസിഫിക്കേഷൻ കാണാം, കാൽസിഫിക്കേഷൻ. ഇതാണ് ഒരു എക്സെൽ കാൽസിഫിക്കേഷൻ ആണ്. ഇതൊരു ലങ്സിന്റെ പിക്ചർ ആണ്. ഇവിടെ നമുക്ക് ഈ കാണുന്നതുകൊണ്ടോ ഇങ്ങനെ റൗണ്ട് ആയിട്ട് കാണുന്നത്, ഇതിനാണ് എക്സെൽ കാൽസിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ സിലിക്കോസിസ് ഉള്ള ഒരു പേഷ്യന്റിനെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അവിടെ എക്സെൽ കാൽസിഫിക്കേഷൻ കാണാം. അതുപോലെ തന്നെ സ്നോസ്റ്റോം അപ്പിയറൻസ്. ഓക്കെ, സ്നോസ്റ്റോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ നിലയിൽ നമ്മൾ ലങ്സിന്റെ എക്സ്റേ എടുത്ത് നോക്കുമ്പോൾ നല്ല ഡാർക്ക് ആയിട്ട് ആയിരിക്കും കാണുന്നത്. പക്ഷേ ഈ പേഷ്യൻസിൽ എടുത്തു നോക്കുമ്പോഴത്തേക്ക് അത്ര ഡാർക്ക് ആയിട്ട് ആയിരിക്കത്തില്ല കാണുന്നത്. ഇത് കണ്ടോ, ഇതൊരു നോർമൽ ലങ്സിന്റെ പിക്ചറാണ് ഈ കൊടുത്തിരിക്കുന്നത്. പക്ഷെ സ്നോസ്റ്റോം അപ്പിയറൻസ് സിലിക്കോസിസിലാണെങ്കിൽ ഇങ്ങനെ ഒരു അപ്പിയറൻസ് ആയിരിക്കും വരുന്നത്. ഇങ്ങനെ മഞ്ഞുതുള്ളികൾ പോലെ നമുക്ക് എക്സ്റേയിൽ കാണാം. ഇതിനാണ് സ്നോസ്റ്റോം അപ്പിയറൻസ് എന്ന് പറയുന്നത്. അപ്പം സിലിക്കോസിസിൽ മെയിനായിട്ട് എക്സ്റേ എടുത്ത് നോക്കുമ്പോൾ നമ്മൾ മെയിൻലി കാണുന്ന 2 ഫീച്ചേഴ്സ് ആണ് എക്സെൽ കാൽസിഫിക്കേഷനും അതുപോലെ തന്നെ സ്നോസ്റ്റോം അപ്പിയറൻസ്. ഓക്കെ, പിന്നെ അക്യൂട്ട് സ്റ്റേജിൽ അക്യൂട്ട് സിലിക്കോസിസ് ഉള്ള ആൾക്കാരിൽ എക്സ്റേ എടുത്ത് നോക്കുമ്പോഴത്തേക്ക് നമുക്ക് ഗ്രൗണ്ട് ഗ്ലാസ് അപ്പിയറൻസ് അവിടെ കാണാം. അതുപോലെ ഇതിന്റെ ഒരു കോംപ്ലിക്കേഷൻ ആയിട്ട് പറയുന്നുണ്ട് TB വരുമെന്ന്. അതായത് സിലിക്കോസിസ് ഉള്ള പേഷ്യന്റിന് TB വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതിനെ സിലിക്കോ ട്യൂബർക്ലോസിസ് എന്ന് പറയും. അത് എന്തുകൊണ്ടാണെന്നുള്ളത് വ്യക്തമല്ല. ഒരു പക്ഷേ സിലിക്ക ആൽവിയോളാസിലുള്ള മാക്രോഫേജസിനെ ഡാമേജ് ചെയ്യുന്നതുകൊണ്ടായിരിക്കാം. അപ്പൊ ഈ മാക്രോഫേജസിന് ഡാമേജ് വരുമ്പോഴത്തേക്ക് ട്യൂബർക്ലോസിസ് ഉണ്ടാകുന്ന മൈക്കോ ബാക്ടീരിയത്തിനെ നശിപ്പിക്കാൻ പറ്റാതെ വരാം. അതുകൊണ്ട് TB ഉണ്ടാകുന്നതായിരിക്കാം എന്നാണ് കരുതുന്നത്. അപ്പം സിലിക്കോസിസ് ഉള്ള ആൾക്കാർക്ക് TB വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഓക്കെ, ഇനി അടുത്ത ഡിസീസ് നമുക്ക് നോക്കാം, ബെറീലിയോസിസ്. ഇപ്പൊ ബെറീലിയോസിസ് ബെറീലിയം മൂലമാണ് ഉണ്ടാകുന്നത്, ബെറീലിയത്തിന്റെ എക്സ്പോഷർ മൂലം ഉണ്ടാകുന്നു. ഓക്കെ, അതിന്റെ സിനോണിം എന്ന് പറയുന്നത് ക്രോണിക് ബെറീലിയം ഡിസീസ് എന്നാണ്. ഓക്കെ,
ഇതിൽ ഒരു മെയിൻ ഫീച്ചർ എന്ന് പറഞ്ഞാൽ ഗ്രാനുലോമ ഫോർമേഷൻ, അതായത് WBC സെൽസ് എല്ലാം ഇങ്ങനെ കൂട്ടം കൂടി ഇരിക്കുന്ന ഒരവസ്ഥ. ഇതിന് ഇൻഫ്ലമേറ്ററി ന്യൂഡ്യൂൾസ് എന്നും പറയും. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് അവിടെ ഗ്രൗണ്ട് ഗ്ലാസ് ഒപ്പേസിറ്റിയും കാണാം. ഗ്രൗണ്ട് ഗ്ലാസ് ഒപ്പേസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എക്സ്റേ എടുത്ത് നോക്കുമ്പോൾ ഒന്നുകിൽ ഇങ്ങനെ മഞ്ഞ് പോലെ ലൈറ്റ് കളറോ അല്ലാന്നുണ്ടെങ്കിൽ CT എടുത്ത് നോക്കുമ്പോൾ നല്ല ബ്രൈറ്റ് കളർ അവിടെ കാണാം. ഓക്കെ, അപ്പം ഇതാണ് ബെറിലിയോസിന്റെ മെയിൻ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. ഗ്രാനുലോമ ഫോർമേഷനും അതുപോലെ ഗ്രൗണ്ട് ഗ്ലാസ് ഒപ്പേസിറ്റിയും കാണാം. ഓക്കെ, ഇനി അടുത്ത അസുഖമാണ് ഫാമേഴ്സ് ലങ്സ്. ഫാമേഴ്സ് ലങ്സ് ഇത് പൂപ്പലുള്ള പുല്ലുകളിൽ നിന്നൊക്കെയാണ് ഈ ഫാമേഴ്സ് ലങ്സ് ഉണ്ടാകുന്നത്. മോൾഡി ഹേ അല്ലെങ്കിൽ ഗ്രെയിൻ ഡസ്റ്റിൽ നിന്നാണ് ഇത് ഉണ്ടാകുന്നത്. അപ്പൊ അതിനൊരു സ്പീഷീസ് പറയുന്നുണ്ട്, മൈക്രോസ്പോളിഫോറ ഫെനി എന്നാണ് അതിന്റെ സ്പീഷീസിന്റെ പേര് പറയുന്നത്. ഓക്കെ, അപ്പം ഇതൊരു ഹൈപ്പർ സെൻസിറ്റിവിറ്റി ന്യൂമോണൈറ്റിസ് ആണ്. ഓക്കെ, അതുപോലെ ടൈപ്പ് 3 ഹൈപ്പർ സെൻസിറ്റിവിറ്റി ആണ് ഇവിടെ ഉണ്ടാകുന്നത്. അതായത് ടൈപ്പ് 3 ഹൈപ്പർ സെൻസിറ്റിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഞാൻ പറഞ്ഞു ഈ ഫാമേഴ്സ് ലങ്സ് ഈ പൂപ്പലുള്ള പുല്ലുകളിൽ നിന്നൊക്കെയാണ് ഉണ്ടാകുന്നതെന്ന് പറയുന്നത്. അപ്പൊ ഈ പുല്ലിന്റെ ഒക്കെ ഒരു എക്സ്പോഷർ മൂലം ഇപ്പം ആ പുല്ലിനെ നമുക്ക് ആന്റിജൻ ആയിട്ട് കണക്കാക്കാം. ഇപ്പം ഈ ആന്റിജന്റെ എക്സ്പോഷർ മൂലം അവിടെ ഉണ്ടാകുന്ന ആന്റിബോഡിയും ഈ ആന്റിജനും അവിടെ ഉണ്ടാകുന്ന ആന്റിബോഡിയും ചേർന്നിട്ട് കോംപ്ലക്സുകൾ ഫോം ചെയ്യും. കോംപ്ലക്സ് ഫോം ചെയ്തിട്ട് ബോഡിയിൽ ഡിപ്പോസിറ്റ് ചെയ്തിട്ട് അത് നമ്മുടെ ടിഷ്യൂസിനെ തന്നെ ഡാമേജ് ചെയ്യുന്ന അവസ്ഥയ്ക്കാണ് നമ്മൾ ഹൈപ്പർ സെൻസിറ്റിവിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഫാമേഴ്സ് ലങ്സിൽ ഒരു ടൈപ്പ് 3 ഹൈപ്പർ സെൻസിറ്റിവിറ്റി ഉണ്ടാകുന്ന ഒരു അസുഖമാണ്. അപ്പോൾ ഇതിലെ മെയിൻ ഫീച്ചേഴ്സ് മാത്രമേ ഞാൻ ഈ സ്ലൈഡിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. ഓക്കെ, ഇനി അടുത്ത ഒരു വെറൈറ്റി അസുഖമാണ് ബാഗസോസസ് എന്ന് പറയുന്നത്. ഓക്കെ, ബാഗസോസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഷുഗർ കെയിൻ വേസ്റ്റിൽ നിന്നാണ് ഇത് ഉണ്ടാകുന്നത്. അതായത് ഷുഗർ കെയിനിൽ നിന്നും അതിന്റെ ജ്യൂസ് എക്സ്ട്രാക്ട് ചെയ്തതിന് ശേഷം ഉണ്ടാകുന്ന വേസ്റ്റ് പ്രോഡക്റ്റിനെയാണ് നമ്മൾ ബാഗേസ് എന്ന് പറയുന്നത്. ഈ ബാഗേസ് ശ്വസിക്കുന്നത് മൂലം ഉണ്ടാകുന്ന ഒരു ഹൈപ്പർ സെൻസിറ്റിവിറ്റി ന്യൂമോണൈറ്റിസ് ആണ് ബാഗസോസിസ്. അതായത് ഈ ബാഗേസ് അങ്ങോട്ട് ശ്വസിക്കുമ്പോൾ ലങ്സിൽ ഓവർ റിയാക്ഷൻ അല്ലെങ്കിൽ ഹൈപ്പർ സെൻസിറ്റിവിറ്റി അവിടെ ഉണ്ടാകുന്നു. അതുവഴി ലങ്സിൽ ഇൻഫ്ലമേഷൻസ് ഉണ്ടാക്കുന്നു. ഓക്കെ, അപ്പം ഇതാണ് ബാഗസോസിസ് എന്ന് പറയുന്നത്. ഓക്കെ, ബാഗസോസിലെ മെയിൻ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലങ്സിൽ മോട്ട്ലിംഗ് അല്ലെങ്കിൽ ലങ് ഷാഡോ. നമ്മൾ എക്സ്റേ എടുത്ത് നോക്കുമ്പോൾ ലങ് മോട്ട്ലിംഗ് അല്ലെങ്കിൽ ലങ് ഷാഡോ നമുക്കത് കാണാം. അതായത് ചെറിയ ചെറിയ പാച്ചസ് പോലെ നമുക്കിങ്ങനെ ലങ്സിൽ കാണാൻ പറ്റും. ഇനി അടുത്ത ഒരു ടൈപ്പ് ന്യൂമോകോണിയോസിസ് ആണ് ബിസിനോസിസ് എന്ന് പറയുന്നത്. ഓക്കെ, ബിസിനോസിസും ഒരു ഒക്യുപേഷണൽ ലങ് ഡിസീസ് ആണ്. ഇത് കാണുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോട്ടന്റെയും ജൂട്ടിന്റെയും ഒക്കെ എക്സ്പോഷർ വരുന്ന ജോലി ചെയ്യുന്ന ആൾക്കാരിലായിരിക്കും ബിസിനോസ് കാണുന്നത്. ഇതിന്റെ വേറെ പേരാണ് ബ്രൗൺ ലങ് ഡിസീസ്, മൺഡേ ഫീവർ, കോട്ടൺ വർക്കേഴ്സ് ലങ്സ് എന്നൊക്കെയുള്ളത്. അപ്പൊ ഈ മൺഡേ ഫീവർ എന്ന് പറയാൻ കാരണം ഈ ടെക്സ്റ്റൈൽ വർക്കേഴ്സ് വീക്കെൻഡിലുള്ള ഹോളിഡേയ്സ്, ഇപ്പൊ സാറ്റർഡേ സൺഡേ ഒക്കെ കഴിഞ്ഞിട്ട് മൺഡേയിൽ അവർ ജോലിക്ക് വന്നു തുടങ്ങുമ്പോൾ പേഷ്യന്റിന് സിംറ്റംസ് തുടങ്ങും. അതായത് മൺഡേ വൈകിട്ടൊക്കെ ആകുമ്പോഴത്തേക്ക് ഈ നല്ല രീതിയിൽ പേഷ്യന്റിന് ചെസ്റ്റ് ടൈറ്റ്നസ് ഉണ്ടാവും. ഓക്കെ, അപ്പൊ ഈ രോഗത്തിന്റെ ഫസ്റ്റ് സ്റ്റേജിൽ മൺഡേയിലായിരിക്കും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാകുന്നത്. പിന്നീടുള്ള ദിവസങ്ങളിൽ വലിയ പ്രശ്നങ്ങളൊന്നും കാണത്തില്ല. എന്നാൽ ഈ ഡിസീസ് അങ്ങോട്ട് പ്രോഗ്രസ് ചെയ്യുന്ന അനുസരിച്ച് ബാക്കി ദിവസങ്ങളിലും പേഷ്യന്റിന് ബുദ്ധിമുട്ട് കാണും. അപ്പം ഇതിന്റെ ഒരു സിംറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഫത്തോടു കൂടിയിട്ടുള്ള ചുമയും ശ്വാസമുട്ടലും ചെസ്റ്റ് ടൈറ്റ്നസ് വീസിങ് ഒക്കെയാണ്. വീസിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേഷ്യന്റ് ശ്വസിക്കുമ്പോൾ നമുക്ക് നല്ല ഭയങ്കര ശബ്ദത്തോടുകൂടി ഇങ്ങനെ ശ്വാസം എടുക്കുന്നതിന് വീസിങ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ബിസിനോസിസിലെ മെയിൻ ഫീച്ചർ എന്ന് പറയുന്നത് മൺഡേ ചെസ്റ്റ് ടൈറ്റ്നസ് ആണ്. മൺഡേ ഫീവർ ഏതാണെന്ന് വേണമെങ്കിൽ ചോദിക്കാം, അത് ബിസിനോസിസ് ആണ്. അപ്പൊ ബിസിനോസിസ് ഉണ്ടാകുന്നത് കോട്ടൺ അല്ലെങ്കിൽ ജൂട്ട് ഡസ്റ്റിന്റെ എക്സ്പോഷർ മൂലമാണെന്നുള്ളത് ഓർക്കുക. ഇനി അടുത്ത വെറൈറ്റി ആണ് സിഡറോസിസ്. സിഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയണിനെയാണ് നമ്മൾ സിഡർ എന്ന് പറയുന്നത്. അപ്പം ഈ അയണിന്റെ എക്സ്പോഷർ മൂലം ഉണ്ടാകുന്ന അസുഖമാണ് സിഡറോസിസ്. അപ്പോൾ സിഡറോസിസിന്റെ വേറെ പേരുകൾ പൾമിനറി സിഡറോസിസ്, വെൽഡേഴ്സ് ഡിസീസ്. വെൽഡേഴ്സ് ഡിസീസ് എന്ന് പറയാൻ കാരണം ഇത് വെൽഡിംഗ് ഏർപ്പെടുത്തിയിരിക്കുന്ന ആൾക്കാരിലാണ് ഇത് ആദ്യമായിട്ട് ഈ രോഗം കണ്ടത്. അതുകൊണ്ട് തന്നെ ഇതിനെ വെൽഡേഴ്സ് ഡിസീസ് എന്നും പറയുന്നു. അപ്പൊ ഇതിന്റെ മെയിൻ സിംറ്റം എന്ന് പറയുന്നത് ശ്വാസം മുട്ടലും ചുമയുമാണ്. ഇനി കോൾ വർക്കേഴ്സ് ന്യൂമോകോണിയോസിസ്. കോൾ വർക്കേഴ്സ് ന്യൂമോകോണിയോസിസും അതും ഒരു നോട്ടിഫയബിൾ ഡിസീസ് തന്നെയാണ്. ഇന്ത്യൻ മൈൻസ് ആക്ട് 1952 പ്രകാരം ഇത് ഒരു നോട്ടിഫയബിൾ ഡിസീസ് ആണ്. അതുപോലെ തന്നെ കോമ്പൻസേറ്റബിൾ ആയിട്ടുള്ള ഒരു ഡിസീസുമാണ്. വർക്ക്സ്മെൻ കോമ്പൻസേഷൻ ആക്ട് 1959 പ്രകാരം ഇതൊരു കോമ്പൻസേറ്റബിൾ ഡിസീസ് കൂടിയാണ്. അപ്പൊ നമുക്ക് ഈ കോൾ വർക്കേഴ്സ് ന്യൂമോകോണിയോസിസ് ആ പേര് ഇരിക്കുമ്പോൾ തന്നെ അറിയാം അത് കോളിന്റെ എക്സ്പോഷർ മൂലം ഉണ്ടാകുന്ന അസുഖമാണെന്നുള്ളത്. ഓക്കെ,
കോൾ ഡസ്റ്റ് മൂലമാണ് ഈ അസുഖം ഉണ്ടാകുന്നത്. ഇതിന്റെ വേറെ പേരുകളാണ് ആന്ത്രാക്കോസിസ്, ബ്ലാക്ക് ലങ്, കോൾ മൈൻ ഡസ്റ്റ് ലങ് ഡിസീസ്. ഓക്കെ, ഇതിന് 3 ടൈപ്സ് പറയുന്നുണ്ട്. സിമ്പിൾ, കോംപ്ലിക്കേറ്റഡ് അല്ലെങ്കിൽ പ്രോഗ്രസീവ്, മാസീവ് ഫൈബ്രോസിസ് ഉണ്ടാകും. ഓക്കെ, ഇതിന്റെ മെയിൻ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് ചെസ്റ്റ് ടൈറ്റ്നസും ബ്ലാക്ക് സ്പ്യൂട്ടവും തന്നെയാണ്. ഓക്കെ, ഇവിടെ കോംപ്ലിക്കേഷൻ അല്ല, ജസ്റ്റ് ഈ കോൾവർക്കേഴ്സ് ന്യൂമോകോണിയോസിസിൽ ആണ് ആദ്യമായിട്ട് കാപ്ലാൻ സിൻഡ്രോം എന്ന് പറഞ്ഞ ഒരു അസുഖം കണ്ടത്. അതായത് നമ്മുടെ റുമറ്റോയിഡ് ആർത്രൈറ്റിസ് ഉള്ള പേഷ്യൻസിന് കോളോ അല്ലെങ്കിൽ സിലിക്ക പോലുള്ള പൊടിപടലങ്ങൾ ശ്വസിക്കുമ്പോൾ ഉണ്ടാകുന്ന അസുഖത്തിനെയാണ് നമ്മൾ കാപ്ലാൻ സിൻഡ്രോം എന്ന് പറയുന്നത്. ഈ കാപ്ലാൻ സിൻഡ്രോം ആദ്യമായിട്ട് നോട്ടീസ് ചെയ്തത് കോൾ വർക്കേഴ്സിലാണ്. ഓക്കെ, അപ്പം ഈ 2 പേര് കോൾ വർക്കേഴ്സ് ന്യൂമോകോണിയോസിസും കാപ്ലാൻ സിൻഡ്രോവും എപ്പോഴും റിലേറ്റഡ് ആയിട്ടുള്ള 2 ടേംസ് ആണ്. ഓക്കെ, ഇനി അടുത്ത ഒരു അസുഖമാണ് ആസ്പെറ്റോസിസ്. അപ്പൊ നമുക്ക് ആ പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം ആസ്പെറ്റോസിന്റെ ഈ എക്സ്പോഷർ മൂലമാണ് ആസ്പെറ്റോസിസ് ഉണ്ടാകുന്നത് എന്നുള്ളത്. ഓക്കെ, ആസ്പെറ്റോസിസ് നോർമലി 2 വെറൈറ്റി ആണുള്ളത്. ഒന്നെന്ന് പറയുന്നത് സെർപെന്റൈൻ അല്ലെങ്കിൽ ക്രൈസോട്ടൈൽ വെറൈറ്റി. അപ്പൊ ഈ സെർപെന്റൈൻ അല്ലെങ്കിൽ ക്രൈസോട്ടൈൽ വെറൈറ്റി ആണ് ഏറ്റവും ഒരു 90% ആസ്പെറ്റോസ് ഈ സെർപെന്റൈൻ വെറൈറ്റി ആണ്. അപ്പം ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സെർപെന്റൈൻ വെറൈറ്റി എന്ന് പറഞ്ഞാൽ വളരെ ഫ്ലെക്സിബിളും വളരെ വളഞ്ഞൊക്കെ ഇരിക്കുന്ന ഒരു സബ്സ്റ്റൻസ് ആണ്. ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ അപ്പർ റെസ്പിറേറ്ററി പാസേജിൽ തടഞ്ഞിരിക്കുകയും നമ്മുടെ മ്യൂക്കോസിലറി എക്സ്ക്ലേറ്റേഴ്സിന്റെ സഹായത്തോടെ നമുക്കിത് റിമൂവ് ചെയ്യാനും പറ്റും. അതായത് ലങ്സിലെ ഒരു സെൽഫ് ക്ലിയറിംഗ് മെക്കാനിസം മൂലം നമുക്ക് അതിനെ പുറന്തള്ളാൻ പറ്റും. എന്നാൽ ഇതിന് രണ്ടാമത്തെ ഒരു ടൈപ്പ് ഉണ്ട്, അതാണ് ആംഫിബോൾ വെറൈറ്റി. ഈ ആംഫിബോൾ വെറൈറ്റി കുറച്ച് മാത്രമേ ആ വെറൈറ്റിയിൽ ഹോസ്പിറ്റൽസ് ഉണ്ടാക്കുന്നുള്ളൂ. പക്ഷെ ഇവയാണ് കൂടുതലും അസുഖങ്ങൾ ഉണ്ടാക്കുന്നത്. ഓക്കെ, ഈ ആംഫിബോൾ വെറൈറ്റി എന്ന് പറയുമ്പോൾ വളരെ സ്ട്രെയിറ്റ് ആയിട്ടിരിക്കും ഈ ആസ്പെറ്റോസ്. അപ്പം ഇത് വളരെ സ്ട്രെയിറ്റ് ആയിരിക്കും, സ്റ്റിഫും ആയിരിക്കും. ഇത് നമ്മുടെ ലങ്സിലെ ഈ ഏറ്റവും ഡീപ്പ് പാർട്ട് ഇൻഡസ്ട്രീഷ്യസിലൊക്കെ വന്നിങ്ങനെ തറച്ചിരിക്കും. അപ്പം അതുകൊണ്ട് തന്നെ ഇതാണ് കൂടുതലും പത്തോജനിക് ആയിട്ടുള്ളത്. അതുകൊണ്ടാണ് ഞാൻ കൊടുത്തത് ആസ്പെറ്റോസിന്റെ എക്സ്പോഷർ മൂലമാണ് ആംഫിബോൾ വെറൈറ്റി ആണ് മെയിൻലി ആംഫിബോൾ വെറൈറ്റി ആണ് കൂടുതലായിട്ടും ആസ്പെറ്റോസിസ് ഉണ്ടാക്കുന്നുള്ളത്. ഓക്കെ, ഇനി ഇതിന്റെ കുറച്ച് ഫീച്ചേഴ്സ് ഉണ്ട്. അതിന്റെ ഒരു ഫീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലേക്സ് ഫോർമേഷൻ. പരേറ്റൽ ഫ്ലോറയിൽ പ്ലേക്ക് ഫോർമേഷൻ ഉണ്ടാകുന്നു. ഞാനൊരു പിക്ചർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതൊരു പ്ലേക്കിന്റെ പടമാണ്. ഓക്കെ, പ്ലേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാൽസിഫിക്കേഷൻ ആണ്. ഇങ്ങനെ കുറെ പാച്ച് പോലെ ഇങ്ങനെ നമ്മുടെ ലങ്സിൽ ഇങ്ങനെ പറ്റിയിരിക്കും, ലങ്സിന്റെ പ്ലൂറയിൽ. ഇപ്പൊ നമുക്ക് ഈ പിക്ചറിൽ ഈ ലങ്സിൽ നിങ്ങൾ കണ്ടോ താഴെ ഇരിക്കുന്നതായിട്ട് പ്ലേക്ക് ഫോംസ് ഇൻ പ്ലൂറ എന്ന് നിങ്ങൾ കണ്ടോ, ഇതാണ് പ്ലേക്സ്. ഓക്കെ, ഈ ആസ്പെറ്റോസിൽ ഇങ്ങനെ പ്ലേക്സുകൾ നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ നമ്മൾ എക്സ്റേ അല്ല മൈക്രോസ്കോപ്പ് എക്സാമിനേഷൻ നടത്തുന്ന സമയത്ത് നമുക്ക് ആ സ്ലൈഡ്സിൽ ആസ്പെറ്റോസ് ബോഡിയും അതുപോലെ ഫെറൂജിനസ് ബോഡീസ് നമുക്ക് ലങ്സിൽ കാണാൻ പറ്റും. ഓക്കെ, പിന്നെ എക്സ്റേക്കകത്തിലാണെങ്കിൽ ഹണികോംബ് ലങ്സ് എന്ന് പറഞ്ഞാൽ ഇതാണ് ഹണികോംബ് ലങ്സ്. ഓക്കെ, അപ്പം ഇതുണ്ടോ തേനീച്ച കൂട് പോലെയാണ് ഇതിന്റെ താഴ്ഭാഗം. നമുക്ക് ഈ ലങ്സിന്റെ താഴ്ഭാഗം ഇങ്ങനെ തേനീച്ചയുടെ കൂട് പോലെ ഇങ്ങനെ കോളമായിട്ട് കാണാം. ഇതാണ് ഹണികോംബ് ലങ്സ്. അപ്പം നമ്മൾ എക്സ്റേയിൽ നോക്കുമ്പോഴത്തേക്ക് നമുക്ക് ഹണികോംബ് ലങ്സ് അവിടെ കാണാം. ഓക്കെ, അതുപോലെ തന്നെ ഇറഗുലർ അല്ലെങ്കിൽ ലീനിയർ ഒപ്ലിസിറ്റീസ് കാണാം. ഗ്രൗണ്ട് ഗ്ലാസ് അപ്പിയറൻസ് ആസ്പെറ്റോസിൽ കാണാൻ പറ്റും. ഈ ആസ്പെറ്റോസിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അസുഖം അഫക്ട് ചെയ്യുന്നത് ലങ്സിന്റെ ലോവർ ലോബ്സിലായിരിക്കും. എന്നാൽ സിലിക്കോസിസ് ആണെന്നുണ്ടെങ്കിൽ ലങ്സിന്റെ അപ്പർ ലോബ്സിലാണ് സിലിക്കോസിസ് നോർമലി അഫക്ട് ചെയ്യുന്നത്. ആസ്പെറ്റോസിസ് നോർമലി വരുന്നത് ഇതിന്റെ ലോവർ ലോബ്സിലാണ്. ഓക്കെ, ഇനി ഇതിന്റെ കോംപ്ലിക്കേഷൻസ് ആയിട്ട് ഈ അസുഖം മൂലം മീസോതീലിയോമ എന്ന് പറഞ്ഞൊരു കണ്ടീഷൻ ഉണ്ടാകും. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒരു ക്യാൻസർ വെറൈറ്റി തന്നെയാണ്. അതായത് പ്ലൂറയുടെയും പെരിറ്റോണിയത്തിലെയും ഒക്കെ ബാധിക്കുന്ന ഒരു ക്യാൻസറാണ് മീസോതീലിയോമ. അപ്പം ഇത് നോർമലി വരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ക്രോക്കിഡോളൈറ്റ് ടൈപ്പ് ആസ്പെറ്റോസിന്റെ മൂലമാണ്. അതായത് ഈ ആംഫിബോൾ വെറൈറ്റിയിലെ ഒരു ടൈപ്പാണ് ഈ ക്രോക്കിഡോളൈറ്റ് ടൈപ്പ്. ഈ ക്രോക്കിഡോളൈറ്റ് ടൈപ്പ് മൂലമാണ് നോർമലി നമുക്ക് മീസോതീലിയോമ എന്ന് പറയുന്ന ഒരു ക്യാൻസർ കണ്ടീഷൻ ഉണ്ടാകുന്നത്. അപ്പം ഇത് അതിന്റെ ഒരു പിക്ചറാണ്. ഇത് നോർമൽ ലങ്സ്. അപ്പം ഈ മീസോതീലിയോമ നോർമലി അത് അഫക്ട് ചെയ്യുന്നത് നമ്മുടെ പ്ലൂറയിലാണ്. ലങ്സിന്റെ കവറിംഗ് ആയിട്ടുള്ള പ്ലൂറയിലാണ് നോർമലി മീസോതീലിയോമ വരുന്നത്. പ്ലൂറയിലും അതുപോലെ തന്നെ പെരിറ്റോണിയത്തിലും ഒക്കെയാണ് ഇത് നോർമലി അഫക്ട് ആവുന്നത്. പിന്നെ ഈ ആസ്പെറ്റോസ് എക്സ്പോസ് ഉള്ള ആൾക്കാർ സിഗരറ്റ് സ്മോക്കിംഗ് കൂടെ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അവർക്ക് ക്യാൻസർ വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഓക്കെ,
cigarette smoking along with asbestos exposure mainly produce bronchogenic cancer. അപ്പം നമ്മൾ സിലിക്കോസിന്റെ കാര്യം പറഞ്ഞു, സിലിക്കോസിസ് ഉള്ള ആൾക്കാരിൽ കൂടുതലായിട്ട് നമുക്ക് TB വരാനുള്ള ചാൻസ് ഉണ്ട്. എന്നാൽ ആസ്ബറ്റോസിസ് ഉള്ള ആൾക്കാരിൽ അവർക്ക് കൂടുതലായിട്ട് അത് ക്യാൻസർ കണ്ടീഷനായിട്ട് മാറാനുള്ള ചാൻസ് ആണ് കൂടുതലായിട്ടും ഉള്ളത്. അപ്പം ഇത്രയാണ് ഒരു ന്യൂമോകോണിയസിനെ ഏറ്റവും നട്ട്ഷെല്ലിലാണ് ഞാൻ ഈ പറഞ്ഞിരിക്കുന്നത്. അപ്പം നിങ്ങൾ ഈ ക്ലാസ് കേട്ടിട്ട് നിങ്ങൾ ന്യൂമോകോണിയോസിസ് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കുക. ഓക്കെ, താങ്ക് യു.